കഴിഞ്ഞിട്ടില്ല, ഒരാൾ കൂടിയുണ്ട്. പക്ഷെ ഇത് ഇങ്ങനെ നമ്പർ അനുസരിച്ചല്ല, ഒരാൾ കൂടി പറയാണ്. വേറെ അല്ല, നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നമ്മുടെ നരേന്ദ്രമോദിയുടെ ഒരു വർഷം കിട്ടുന്നത് നമ്മളൊന്ന് ജസ്റ്റ് പറയാണ്. സോ ഇനി നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒന്നാമത്തെ ആൾ, നമ്പർ 1 വേറെ അല്ല, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോസ്ബി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന 10 വേൾഡ് ലീഡേഴ്സാണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവർ എത്ര രൂപ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ശമ്പളം എത്ര എന്നാണ് നമുക്ക് ഒരു ക്യൂരിയോസിറ്റി ഒരു കാര്യമാണ്. അപ്പോൾ ആരാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന വേൾഡ് ലീഡർ എന്ന് നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാം. സോ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പെങ്കിലും നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്തെടുക്കുന്നത്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക. ഓക്കെ, വീഡിയോ പോകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലിസ്റ്റിലുള്ള 10ാമത്തെ ആൾ വേറെ ആരല്ല, അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ആണ്. അപ്പോൾ മൂപ്പർക്ക് ഒരു വർഷം കിട്ടുന്ന ശമ്പളം $4 ലക്ഷം. ഓക്കെ, സോ ഈ ഒരു $4 ലക്ഷം എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം പറയുകയാണെങ്കിൽ ഏകദേശം അമേരിക്കക്കാരൻ്റെ ഒരു വർഷത്തെ GDPക്ക് തുല്യമാണ് ഇദ്ദേഹത്തിന് കിട്ടുന്ന ശമ്പളം. അപ്പോൾ ഫസ്റ്റൊക്കെ മൂപ്പർ പറഞ്ഞത് $1 മാത്രം മതി എന്നാണ് പറഞ്ഞത്, അതായത് സാലറി ആയിട്ട് $1 മാത്രം മതി എന്ന് പറഞ്ഞത്. പക്ഷേ ഇത് ടെക്നിക്കലി അല്ലെങ്കിൽ ലീഗലി പോസിബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൻ്റെ ഒരു വലിയ ഭാഗം അവരുടെ അതായത് അമേരിക്കൻ നാഷണൽ ഫോറസ്റ്റ് സർവീസിലേക്ക് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്പർ 9 അലക്സാണ്ടർ വാൻ ഡെർ ബെലൻ. ഇദ്ദേഹം ഓസ്ട്രിയയുടെ പ്രസിഡന്റ് ആണ്. ഇദ്ദേഹത്തിന് ഒരു വർഷം കിട്ടുന്നത് $4,40,000 ആണ്. ഓക്കെ, രൂപ കേട്ടോ, നിങ്ങൾ നോക്കണം, $4,40,000 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ 8ാമത്തെ ആള് വേറെ ആരല്ല, വാൾട്ടർ ടെന്നർ ആണ്. ഇദ്ദേഹം സ്വിറ്റ്സർലാൻഡിലെ ചാൻസലർ ആണ്. സോ ഇദ്ദേഹത്തിന് ഒരു വർഷം കിട്ടുന്നത് $4,70,000 ആണ്. അതായത് അവിടുത്തെ ഒരാളുടെ ആവറേജ് GDPയേക്കാൾ 6 ഇരട്ടി ഇദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് അലൻ ബെസറ്റ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞ സ്വിറ്റ്സർലാൻഡിലെ പ്രസിഡന്റ് ആണ് ഇദ്ദേഹം എക്കണോമിക്സിൽ PhD ഒക്കെ എടുത്ത ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു വർഷം കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് $4,82,000 ആണ്. അതായത് ആവറേജ് അവിടുത്തെ ഒരാളുടെ ഒരു വർഷത്തെ GDPയേക്കാൾ 10 ഇരട്ടി ഇദ്ദേഹത്തിന് ശമ്പളമായിട്ട് കിട്ടുന്നുണ്ട്. അടുത്ത ആൾ മാൽക്കോം ടേൺബുൾ ആണ്. ഇദ്ദേഹം ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു വർഷം കിട്ടുന്നത് $5,25,000 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ 5ാമത്തെ ആളെന്ന് പറയുന്നത് വില്യം അലക്സാണ്ടർ ആണ്. സോ നമ്മുടെ ഈ സംഖ്യ ഇങ്ങനെ കുറഞ്ഞു വരുമ്പോൾ ശമ്പളം ഇങ്ങനെ കൂടി വരും കേട്ടോ. ഓക്കെ, സോ ഈ വില്യം അലക്സാണ്ടർ നെതർലാൻഡിലെ രാജാവാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു വർഷം കിട്ടുന്നത് $10,94,000 ആണ്. അതായത് $1.94 മില്യൺ ആണ് ഇദ്ദേഹത്തിന് ഒരു വർഷം കിട്ടുന്നത്. സോ അത് അവിടുത്തെ ആൾക്കാരുടെ പെർ ക്യാപിറ്റ ഇൻകം, അതായത് ഒരു വർഷത്തെ പെർ ക്യാപിറ്റ ഇൻകത്തിനേക്കാൾ 24 ഇരട്ടി ഇദ്ദേഹത്തിന് ശമ്പളമായിട്ട് കിട്ടുന്നുണ്ട്. നമ്പർ 4 നമ്മുടെ ജപ്പാൻ ചക്രവർത്തി ആയിട്ടുള്ള അഗിറ്റോ ആണ് നമ്മുടെ 4ാമത്തെ ആള്. സോ ഇദ്ദേഹത്തിന് ഒരു വർഷം കിട്ടുന്നത് $3.86 മില്യൺ ആണ്. അതായത് അവിടുത്തെ ഒരാളുടെ GDPയേക്കാൾ, അതായത് ആവറേജ് GDPയേക്കാൾ 79 ഇരട്ടി ഇദ്ദേഹത്തിന് ശമ്പളമായിട്ട് കിട്ടുന്നുണ്ട്. നമ്പർ 3 ക്യൂൻ മാർഗരറ്റ് സെക്കൻഡ്. അപ്പോൾ ഇവർ ഡെൻമാർക്കിലെ ക്യൂനാണ്. നല്ലൊരു ചിത്രകാരി കൂടിയാണ് ഇവർ. സോ ഇവരെന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു വർഷത്തെ ശമ്പളം അറൗണ്ട് $13 മില്യൺ ഇവർക്ക് ശമ്പളമായിട്ട് കിട്ടുന്നുണ്ട്. അതായത് ആ ഒരു രാജ്യത്തിൻ്റെ മൊത്തം ആളുകളുടെ, അല്ലെങ്കിൽ ആ ഒരു രാജ്യത്തിൻ്റെ മൊത്തം GDP പെർ ക്യാപിറ്റ ഇൻകത്തിലധികം ഇവർക്ക് ശമ്പളമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 2ാമത്തെ ആള് കിങ് ഫിലിപ്പിയാണ്. സോ ഇദ്ദേഹം ബെൽജിയമിലെ രാജാവാണ്. അപ്പോൾ അവിടുത്തെ ആൾക്കാരെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അവിടുത്തെ ആൾക്കാർക്ക് ഇദ്ദേഹം നല്ലൊരു ഭരണാധികാരിയാണ്. വേൾഡ് ബാങ്ക് റിപ്പോർട്ട് അനുസരിച്ച് ഇദ്ദേഹത്തിന് ഒരു വർഷം കിട്ടുന്നത് അറൗണ്ട് $14 മില്യണിലധികം, അതായത് $14 മില്യൺ ഇദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. സോ ഇനി നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒന്നാമത്തെ ആൾ, നമ്പർ 1 വേറൊരല്ല, ക്യൂൻ എലിസബത്ത് II ആണ്. അപ്പോൾ ഇവർ UK ക്യൂനാണ്. അപ്പോൾ ഇവർക്ക് ഒരു വർഷം കിട്ടുന്നത് $107 മില്യൺ ആണ്. 107 മില്യൺ ഗൈസ്. അത് എത്രയാണ് നോക്കിയാൽ മതി, മനസ്സിലാകും. ഗൂഗിളിൽ നോക്കി നിങ്ങൾ $107 മില്യൺ ടു ഇന്ത്യൻ റുപ്പീസ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. ഒരു രക്ഷയില്ലാത്ത സംഖ്യയാണ് കിട്ടുന്നത്. സോ ഏതായാലും കഴിഞ്ഞിട്ടില്ല, ഒരാൾ കൂടിയുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെ നമ്പർ അനുസരിച്ചല്ല, ഒരാൾ കൂടി പറയാണ്. വേറെ അല്ല, നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നമ്മുടെ നരേന്ദ്രമോദിയുടെ ഒരു വർഷം കിട്ടുന്നത് നമ്മളൊന്ന് ജസ്റ്റ് പറയാണ്. അപ്പോൾ ഒരു വർഷം നരേന്ദ്രമോദിക്ക് കിട്ടുന്നത് $19,20,000 അതായത് 1.2 മില്യൺ ആണ് നരേന്ദ്രമോദിക്ക് ഒരു വർഷം ഏകദേശം കിട്ടുന്ന പ്രൈസ്. ഓക്കെ, സോ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, മാക്സിമം വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്തെടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.